ഹലോ. അന്ന് നമ്മൾ കണ്ട വീഡിയോയുടെ ബാക്കി ഭാഗങ്ങൾ കൂടി കാണണ്ടേ? എങ്ങനെ? എനിക്ക് വരൂ. ഇന്ന് നമുക്ക് ആ മുട്ട എല്ലാം എടുത്തു കൊണ്ടുപോകാം. ഇന്നത്തെ മുട്ടയും കൂടി ചേർത്ത് എടുത്തുകൊണ്ടുപോയി നമ്മൾ ഇനി ഇത് എങ്ങനെ വിരിയിക്കുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. പലർക്കും പല ഐഡിയ ആയിരിക്കും. പക്ഷേ എൻ്റെ ഐഡിയയിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതെല്ലാം ഇവിടെ നിന്ന് നമ്മൾ എടുത്തിട്ട് പോവുകയാണ് മുട്ടയെല്ലാം. ഓൾറെഡി ഈ മുട്ടയെല്ലാം ഞാൻ മെഷീനിൽ വെച്ചാണ് വിരിക്കുന്നത്. മെഷീനിൽ ഞാൻ കുറേ മുട്ട വച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞ ശേഷമാണ് ഈ മുട്ട ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ മുട്ട വയ്ക്കുമ്പോൾ നമ്മൾ ഈ മുട്ടയ്ക്ക് അതിനൊരു അടയാളം വയ്ക്കണം. ഇതാണ് ഞാൻ ഈ മുട്ടയ്ക്കുള്ള അടയാളം വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ചുമപ്പ് കളർ മഷിയിൽ ഞാൻ അതിലൊരു ഇൻഡു ഇട്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ ഞാൻ എങ്ങനെ ഇത് വയ്ക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിലാണ് ഞാൻ മുട്ട വിരിക്കുന്നത്. 100 മുട്ടയുടെ മെഷീനാണിത്. പക്ഷേ ഇതിൽ 100 മുട്ടയൊന്നും ഇപ്പം നമ്മളുടെ കയ്യിലില്ല. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ വയ്ക്കുന്നത്. ഇപ്പോൾ ഇതിലുള്ളതിൽ ഞാൻ പച്ച കളർ മാർക്ക് ഇട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞ് കണ്ട കഴിഞ്ഞ പ്രാവശ്യം വിരിഞ്ഞതിൽ നിന്ന് രണ്ട് മുട്ട 2 ദിവസം മുമ്പുള്ളത് ഒരു കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട്. അത് നമുക്കെടുത്ത് നീക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഈ മാർക്ക് ചെയ്ത മുട്ട വച്ചു. ആ കുഞ്ഞിനെടുത്ത് നമ്മൾ ഇതിൻ്റെ കൂടെ കയറ്റി വിട്ടിരിക്കുകയാണ്. ഇനി എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ഫസ്റ്റ് വിരിഞ്ഞിറങ്ങിയത് ഓരോരോ ഘട്ടമായിട്ട് വിരിഞ്ഞിറങ്ങിയതിനെ ഞാൻ കാണിച്ചു തരാം. ആ ചെറിയ കുഞ്ഞിപ്പോൾ അതിൻ്റെ കൂടെ ചേർത്തു കണ്ടോ, അതിൻ്റെ കൂടെ കയറ്റി വിട്ടിരിക്കാം. ഇനി ഇത് ആദ്യം വിരിച്ചിറക്കിയ കുഞ്ഞുങ്ങളാണ്. ഇതിപ്പോൾ ചുരുങ്ങിയത് ഒരു 1.5 മാസം പ്രായമായിട്ടുണ്ടാവും. ഇത് ഇത്രയും ഇതിൽ കുറച്ച് കുഞ്ഞുങ്ങൾ നമുക്ക് ഇതായി പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുന്ന സമയത്ത് കുറേ കുഞ്ഞുങ്ങൾ നമുക്ക് നഷ്ടമായി. മഴ ഇങ്ങനെ അടച്ച് പെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളൂ ഞാൻ ഈ ചെയ്യുന്നിടത്ത്. ഇത് അതിനുശേഷം വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ്. അങ്ങനെ ഓരോരോ ഘട്ടങ്ങളായിട്ട് ഇറങ്ങിയാണ്. ഇതിനെല്ലാം ഞാൻ ഇനി എപ്പോൾ ഈ മെഷീനിൽ വിരിച്ചിട്ട് എങ്ങനെ ഈ തള്ളക്കോഴി കൊണ്ടു നടക്കുന്നു എന്നൊരു സംശയം നിങ്ങൾക്ക് കാണും. അത് ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരാം. ഈ മുട്ട വയ്ക്കുന്നതിന് കൂടെ ഞാൻ ഏതെങ്കിലും 1-2 കോഴിനെ ഒരു 4-5 മുട്ടയിൽ അടവയ്ക്കും. ആ മുട്ട വിരിയുന്നും ഈ മുട്ട വിരിയുന്നും ഒരേ സമയത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് വയ്ക്കുക. വിരിഞ്ഞ് കഴിയുമ്പോൾ മെഷീനിൽ ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ മുഴുവൻ ഞാൻ അതിൻ്റെ കൂടെ കയറ്റി വിടും. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ഐഡിയ അങ്ങനെയാണ്. പലർക്കും പലതരം ഐഡിയകളായിരിക്കും. ഞാൻ ഇങ്ങനെയാണ് നിങ്ങളെ ചെയ്തു വിടുന്നത്. കാരണം ഒരു 2 മാസം 3 മാസക്കാലം ഇത് നിങ്ങൾക്ക് ഭയങ്കര നന്നായി സൂക്ഷിക്കണം നിങ്ങളെ. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ തള്ള സൂക്ഷിക്കുന്ന പോലെ നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല. നമ്മളെത്ര ലൈറ്റ് ഇട്ട് കൊടുത്തും കറണ്ട് ബില്ലും എല്ലാം നമുക്ക് നഷ്ടമായി വരും. അത് ഒഴിവാക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ തിരഞ്ഞെടുത്തത്.